ഇപ്പൊ 1 കോടി രൂപ വന്നാലും ഈ കാർ കൊടുക്കില്ല. കോടിനായിട്ട് വലുതാണ് സുരേഷ് ഗോപി, അത്ര ഉള്ളൂ. അപ്പൊ നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് ചാവക്കാട്ടിലെ താരരാജാവിന്റെ കാറിന് മുമ്പിലാട്ടോ. ഈ വണ്ടിയുടെ ഇരിക്കുന്നത് ചാവക്കാട് ഇപ്പൊ വൈറലായിരിക്കുന്ന താരരാജാവാണ്. ഈ സ്വിഫ്റ്റ് ഡിസയർ കാറിനുള്ളിരിക്കുന്ന ഒരു താരരാജാവാണ്. ആളുടെ പേര് ചില്ലു സുനി. കാരണം ചില്ലു സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വൈറലായല്ലോ. ഈ ഇലക്ഷനോടനുബന്ധിച്ച് സുരേഷ് ഗോപി തോറ്റ് കഴിഞ്ഞ കാറിന്റെ ഒരു ബെറ്റ് വെപ്പ് ഇവിടെ നടന്നു. കേരളം മുഴുവൻ വൈറലായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. ആ ബെറ്റ് വെപ്പിൽ സുരേഷ് ഏട്ടൻ തോറ്റ് കഴിഞ്ഞാൽ കൊടുക്കാൻ വെച്ച കാറാട്ട ഈ സ്വിഫ്റ്റ് ഡിസയർ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചില്ലി സുനിച്ചേട്ടനാണ് ആ ബെറ്റ് വെച്ചത്. പക്ഷെ ബെറ്റിൽ ജയിച്ചു പുള്ളി. വാഗ്നർ കാറ് പുള്ളിക്ക് കിട്ടി. അപ്പോൾ ചില്ലി സുനിച്ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചില്ലി സുനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. താരരാജാവാണ് ഇപ്പൊ അല്ലേ? ബെറ്റ് വെപ്പിൽ കാറാണ് കിട്ടിയിരിക്കുന്നത്. കാറ് കിട്ടി, വാഗ്നർ കാറ് കിട്ടി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സുരേഷ് ഗോപി ജയിച്ചതാണ്. അതാണ് ഏറ്റവും വലിയ. അല്ലാണ്ട് കാറ് കിട്ടിയല്ലോ. കാറിന്റെ അല്ല, കാർ ഒരെണ്ണം പോയാൽ നമുക്ക് 2 വേറെ എടുക്കാം. അതാണ് കാരണം സുരേഷ് ഏട്ടൻ ജയിച്ചു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഒരു ഇമോഷണൽ ആയിട്ട് ഘടകമുണ്ട്. സുരേഷ് ഏട്ടൻ തോറ്റു കഴിഞ്ഞാൽ പോണ്ട കാറായിരുന്നു ഈ കാര്യം അല്ലേ? കൽപ്പിച്ചിട്ട് ഇറങ്ങിയുള്ളൂ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്. കാരണം ഒരു കാറ് പോവാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കാറിനെ കൊണ്ട് സ്വപ്ന അതും ബെറ്റ് വെച്ചേക്കാണ്. ഈ കാർ ഒരിക്കലും പോകില്ല, നഷ്ടപ്പെടില്ല, എനിക്ക് നല്ല ഉറപ്പാ. കാരണം അത്രക്ക് ഉറപ്പാ. ഈ കാർ ഞാൻ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല, വിട്ടുകൊടുക്കൂല. ഈ കാർ എത്ര കോടികൾ വന്നാലും ഈ സ്വിഫ്റ്റ് ഡിസയർ കാർ ഒരിക്കലും കൊടുക്കൂല. കാരണം വെച്ചാൽ കൊടുക്കൂല. ഈ കാർ സുരേഷ് ഏട്ടനും ഈ കാറും തമ്മിൽ എത്ര ബന്ധം? അതാണ് ഈ കാർ വെച്ചാൽ പന്തയം നടത്തിയുള്ള. അതും നമ്മളെ സുരേഷ് ഗോപി ഇവിടെ ജയിക്കാൻ വേണ്ടിട്ട് ഉറപ്പായിട്ടും ജയിക്കുന്നുള്ള. അതപ്പ എനിക്ക് ഏറ്റവും വലിയ ഇതിനായിട്ട് വലുതൊന്നുമില്ല. ഇപ്പൊ 1 കോടി രൂപ വന്നാലും ഈ കാർ കൊടുക്കില്ല. കോടിനായിട്ട് വലുതാണ് സുരേഷ് ഗോപി, അത്ര ഉള്ളൂ. അപ്പൊ വലിയ വലിയ ബെറ്റുകൾ, ഫുട്ബോളിന്റെ ബെറ്റുകൾ വൈറലാവാറുണ്ട്. ഒരു സാധാരണക്കാരന് ഒരു കാർമ വെച്ചുള്ള ഒരു ബെറ്റ് വൈറലായി കേരളം മുഴുവൻ ചേട്ടൻ പറഞ്ഞു കാണല്ലോ. അപ്പൊ അതിന്റെ പിന്നിലെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങള് ഇത് വൈറലാവാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ല. ഇത് വൈറലാവാൻ ചെയ്തല്ല, ഞങ്ങളിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ അത് ചാനലുകാരൊക്കെ വിളി തുടങ്ങി. ഇതൊക്കെ അതിയേറെ വാശി ബെറ്റായിരുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ളൊരു ബെറ്റായിരുന്നു, വൈകാരികമായിട്ടുള്ള ഒരുപാട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ എപ്പോഴും കാണുന്നതാ. ഇവിടുന്ന് ഒരു 50 മീറ്റർ അല്ല 500 മീറ്റർ ദൂരമുള്ളൂ എൻ്റെ വീട്. അപ്പൊ എന്നോട് എപ്പോഴും പറയാറുണ്ട് ബെറ്റൊക്കെ തയ്യാറുണ്ട്. അപ്പൊ ഇലക്ഷൻ എണ്ണിൻ്റെ തലേദിവസം അന്നാണ് ഈ ബെറ്റ് വെച്ചത്. അപ്പൊ ബൈജു ഞങ്ങൾ മാക്കൽ സെന്റർ ജംഗ്ഷൻ അവിടെ ഒരു കട ഉണ്ട്, മാക്കൽ കൃഷ്ണേട്ടൻ്റെ കട. ആ കൃഷ്ണേട്ടൻ്റെ കട ഞാൻ ഇരിക്കുമ്പോഴാണ് ബൈജു വന്ന് പറഞ്ഞത് ബെറ്റൊക്കെ തയ്യാറെന്ന് വെച്ച്. അപ്പൊ എന്താ വെച്ച് അപ്പൊ ബൈജു പറഞ്ഞ് അദ്ദേഹം വേറെ പാർട്ടിക്കാരനായിരുന്നു. കോൺഗ്രസ് നേതാവാണ് ആള്. അപ്പൊ ബൈജു പറഞ്ഞ് എന്റെ കാറിന് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ എന്റെ കാർ നിനക്ക് തരാം. അദ്ദേഹം വന്ന് ചാനലെടുത്ത് പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ എന്റെ വാഗ്നർ കാർ നിനക്ക് തരാം. അങ്ങനെ പറ്റുന്നുണ്ടോ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ റെഡി. പകരം എന്ത് വരുമെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ് മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ എന്റെ സ്വിഫ്റ്റ് ഡിസയർ കാർ നിനക്ക് തരാന്ന് പറഞ്ഞു. അങ്ങനെ പറ്റുവെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാക്ഷിക്കാരൊക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്പലനടയിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷങ്ങൾ വില വരുന്ന കാറുകളാണ് പന്തയത്തിൽ വരുന്നത്. സാക്ഷികൾ വേണം. അതെ, സാക്ഷികൾ വേണ്ടേ നമ്മള്. പിന്നെ ഒരു സത്യം വേണമല്ലോ, ഇത് നോണാന്നുള്ള അറിയാൻ പാടില്ല ആൾക്കാര്. അങ്ങനെയാണ് നാഗേഷ് അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്നത്. ഞങ്ങൾ അമ്പലം സാക്ഷിയായിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് നാട്ടുകാരും വിളിച്ചു ബെറ്റ് വെച്ച് ഉറപ്പിക്കുകയും ചെയ്തത്. ഉറപ്പിച്ചു. അതിനുശേഷമാണ് അത് നവമാധ്യമങ്ങളിലും ചാനലുകളിലും അങ്ങനെ അതിനു വേണ്ടി എന്നിട്ടും ആൾക്കാർ ഇവിടെ പറഞ്ഞത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ കേസ് വരും എന്നൊക്കെ പറഞ്ഞു. എന്തിന് ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വരും. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വക്കീലിനെ ചോദിക്കാന്ന് പറഞ്ഞു. വക്കീലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ നിയമവശങ്ങൾ. അപ്പൊ വക്കീല് പറഞ്ഞെന്താ, വക്കീല് പറഞ്ഞ് 2 കൂട്ടർക്കും കേസില്ല, പരാതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കേസും എടുക്കാനുള്ള ഇതില്ലാന്ന് പറഞ്ഞു. അപ്പൊ 2 പേരുടെ സമ്മതത്തോട് കൂടിയിട്ടാണല്ലോ ഇതാക്കിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞ് അന്ന് നമുക്ക് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ചാനലുകാരൊക്കെ വിളിച്ച് ഇതാക്കിയത്. സത്യമാണെന്ന് അവരെ അന്വേഷിച്ച്. പിന്നെ ഇവിടെ ഞങ്ങളെ ഈ വീടിന്റെ പരിസരത്തുള്ളവരൊക്കെ പറഞ്ഞത് വെറുതെ പറ്റുന്നതാണ്. നമുക്കറിയുള്ളത് ബെറ്റ് നമ്മളാണല്ലോ. കാരണം ഒരു സാധാരണക്കാരന്റെ വലിയ സ്വപ്നമാണ് ഒരു കാറ്. അതും ഓരോ പൈസ കൂട്ടി വെച്ച് വൈറലായ വീഡിയോ. അതിൽ നമ്മൾ എന്തിനാ നോണ പറയണത്? അപ്പൊ വീട്ടുകാരൊക്കെ ഇതിനോട് എതിർത്തിരുന്നു. കാരണം ഒരു മിഡിൽ ക്ലാസ് ആളുടെ സ്വപ്നമാണ് കാറ്. അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കണമെങ്കിൽ ഇരട്ടി പണി വീണ്ടും വീട്ടുകാർ പറഞ്ഞു എന്തിനാണ് ഇങ്ങനത്തെ ബെറ്റൊക്കെ വെച്ച് എന്നൊക്കെ വീട്ടുകാർ കുറെ ചീത്തൊക്കെ പറഞ്ഞു വീട്ടില്. പിന്നെ അമ്മ പറഞ്ഞിട്ടാ, ഞാൻ ജയിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ആ വണ്ടി മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് ആ വാഗ്നർ കാറ് ബെറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ കാർ ഒരിക്കലും സ്വന്തമാക്കരുത്. അത് വേറൊരാളുടെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമുള്ള കാർ. അത് നമുക്ക്
നമ്മളൊരു ആഗ്രഹമാണല്ലോ, വണ്ടി വീടൊക്കെ ഒരു സ്വപ്നമാണല്ലോ. കാരണം നമ്മൾ മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കാർ വാങ്ങിച്ചത്. എൻ്റെ ഈ സ്വിഫ്റ്റ് ഡിസയർ എനിക്കറിയാനാണ് അതിന്റെ വേദന. അത് പോകുമ്പോഴുള്ള നഷ്ടം നമുക്കറിയാം. പക്ഷെ ആ ആവേശത്തിന്റെ പേരിൽ നമ്മള് സുരേഷ് ഗോപി എന്ന ഇതിലാണ് നമ്മൾ പോകണമെങ്കിൽ പോട്ടെന്ന് വെച്ചിട്ട് ഇതാക്കിയതാ. അപ്പൊ അമ്മ പറഞ്ഞു ആ കിട്ടിയ കാറ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ കാർ തിരിച്ചു കൊടുക്കുക. അതും മാത്രല്ല, അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ടും നമ്മൾ ഇതൊക്കെ. പിന്നെ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഫ്രീ ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതൊക്കെ പൈസ കൊടുത്തിട്ട് നല്ല ചേട്ടൻ ഒരു കലാകാരനാണ്. ഒരു കലാകാരനെ ജോലി അങ്ങനെ അല്ലല്ല, ജോലി ശരിക്കും ഗുരുവായൂർ ഫ്ലാറ്റ് ലീസിനടുത്ത് വാടക കൊടുക്കണ. പിന്നെ ഈ ഫോട്ടോസും ഇപ്പൊ വരച്ചു കൊടുക്കും, അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതും പൈസക്കല്ല? അല്ലല്ല, പൈസക്കല്ല. അപ്പോൾ ആ ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു കാർ തിരിച്ചു കൊടുത്തപ്പോൾ? ആള് ടെൻഷൻ തന്നെ. മുരളീധരൻ തോറ്റ ടെൻഷനാണ് ആൾക്ക്. അല്ലാണ്ട് ആൾക്കും അതെ കാറിനോടുള്ളതില്ല. അദ്ദേഹത്തിനും കാറ് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു വിഷമല്ല. ആ വിഷമമൊന്നുമില്ല ആൾക്ക്. അതായത് മുരളീധരൻ തോറ്റു എന്നുള്ളൊരു വികാരം, ഒരു ടെൻഷൻ ആൾക്ക്. ഇവിടെ മുരളീധരൻ സുരേഷ് ഗോപി ഈ രണ്ട് വികാരങ്ങളുടെ ഇതായിരുന്നു ആ കാറുകൾ തമ്മിൽ. അതെ 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 അതെ. അതായത് ഇനിയിപ്പോ ഈ കാറിന് 1 കോടി രൂപ കിട്ടി കഴിഞ്ഞ് കൊടുക്കും? ഇല്ല, ഇനിയിപ്പോ 1 കോടിയല്ല, 10 കോടി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആ കാർ കൊടുക്കും. 10 കോടി രൂപ കിട്ടിയാലും ആ സ്വിഫ്റ്റ് ഡിസയർ കാർ കൊടുക്കില്ല കേട്ടോ ചില്ലി ചേട്ടാൻ. അത് ഞാൻ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ അത് ഇതാവുള്ളൂ. എന്നാലും ആ കാറ് എൻ്റെ ഓർമ്മക്കായിട്ട് വീട്ടിലുണ്ടാവും. എത്ര ഇത് വന്നാലും ഉറപ്പായാലും കൊടുക്കില്ല. ഇത് സുരേഷ് ഗോപി ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ഇത്ര കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ല, എന്നെ കാണാൻ വരുമെന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ കാറ് സ്വിഫ്റ്റ് ഡിസയർ വീഡിയോയിലൂടെ പുറത്തു വിടണേ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഒരു പക്ഷെ തോറ്റെങ്കിൽ ഈ കാറ് പോകുമ്പോ അങ്ങനൊരു തോട്ട് മനസ്സിൽ വന്നില്ല? പിന്നെ പിന്നെ വീട്ടുകാർ തല്ലി ഓടിക്കും. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. വണ്ടി പോണതല്ല, സുരേഷ് ഗോപി തോറ്റതാണ് നമുക്ക് ഏറ്റവും വലിയ ഇത്. ആ ടെൻഷൻ എനിക്ക് കാലാകാലം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ആള് സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തതാണ്. ഇപ്രാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താമര വരിയും സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഫേസ്ബുക്കിൽ ലാസ്റ്റായിട്ട് ചില്ലി സുനി അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ കാണാത്. ഇതാര് ചില്ലി സുനി എന്നുള്ള പേര്? ചില്ലി സുനി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചില്ലിക്കന്മാരെന്നും പറയും, പറയച്ചന്മാരെന്ന് അറിയാം. അപ്പം ചില്ലിക്കന്മാരെന്ന് പറഞ്ഞിട്ട് ചില്ലിന്ന് ഒരു ചുരുക്കം. എൻ്റെ വണ്ടി പോലും ചില്ലി എന്ന് പറഞ്ഞ പേര് എഴുതിയിട്ടുള്ളത്. അതല്ലേ, ഒരു പക്ഷേ ഇങ്ങനെ ഒരു ബെറ്റ് വെച്ചപ്പോൾ നാട്ടുകാർ പ്രാന്താന്ന് അങ്ങനെ എല്ലാം കളിയാക്കില്ല അങ്ങനെ? ഇല്ലല്ല, നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിസരത്തുള്ളവർ അവർക്ക് ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം അത് എവിടെ ഉണ്ടാവുള്ളൂ. ഒരാൾ ഇങ്ങനെ ഇതാവണത് കണ്ടുകൂടാ. അതും ഞാൻ ഈ വരക്കണത് ഉണ്ടല്ലോ, തീരെ കണ്ടുകൂടാ ഇവിടെ ഉള്ള ആൾക്കാർക്ക്. ഈ ചിത്രരചന അങ്ങനത്തെ സുരേഷ് ഗോപിക്ക് ഒരു പടം വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുത്തിട്ടുണ്ട്. 4 മണിക്ക് അറ്റി വന്നപ്പോൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാട്ടുകാർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പ്? അത് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താ പറയാ, കുശുബെന്ന് അറിയാം. അതൊക്കെ ആ കാർ കിട്ടിയെന്ന് പറഞ്ഞപ്പോ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? കാരണം വാഗ്നർ കാർ അത്യാവശ്യം ലക്ഷങ്ങൾ വരുന്ന കാറാണ്. അത് ഞങ്ങളെ അടുത്തുള്ളവരൊക്കെ പറയണത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നൊക്കെയാണ് പറയണത്. അതായത് ഇവന് അവന് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ സത്യാവസ്ഥ അതെ, ഞാനിത് ഇപ്പോഴും അമ്പലനാട്ടിലാണ് ഇരിക്കണത്. ഇത് ശരിക്കും സത്യ. ഞങ്ങൾ വെറുതെ അന്ന് പ്രചരിപ്പിച്ച് അതെന്താണെന്ന് പറയുക, കേസ് വരുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെ പേടിപ്പിച്ച് അതിൻ്റെ പേരിൽ ഞങ്ങൾ ചിലർക്ക് വോയിസ് ഒക്കെ ഇട്ട് ഇങ്ങനെ തെളിവിന് വേണ്ടിയിട്ടാണ് കേസ് വന്ന 2 പേരുടെ വോയിസുകൾ വിട്ടുകൊടുത്ത് പലർക്കും അതിൻ്റെ തെളിവിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ വക്കീലിനെ വിളിച്ച് ചോദിച്ചത് ഇതിൻ്റെ നിയമം. അപ്പോൾ ആ വക്കീൽ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് 2 ആൾക്ക് ഇഷ്ടപ്രകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമല്ല ആവാന്ന് പറഞ്ഞ് ഇതിന്റെ കേസ് വക്കീൽ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വല്ല പ്രശ്നം വരാണെങ്കിൽ വക്കീൽ നോക്കാന്ന് പറഞ്ഞു. ഇത് കൈമ അന്ന് സുരേഷ് ഗോപി ജയിച്ചതിന്റെ ആവേശ. ഇടിച്ചൊന്നല്ല, വണ്ടിന്ന് വീണതാ. വണ്ടിന്ന് വീണതാ. അത്രയും വലിയ ഇഷ്ടമാണ് അത്. എന്റെ ബെറ്റ് അത്ര ആണല്ലോ. പിന്നെ സുരേഷ് ഗോപി അല്ല ജയിച്ചുള്ളത്. അല്ല, ഇത് പാർട്ടിയോടുള്ള ഇഷ്ടമാണോ ആ സുരേഷ് ഗോപി എന്ന വ്യക്തി പ്രഭാവത്തിനോട്? അല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയോടുള്ള വ്യക്തി ഉണ്ട്, ഇഷ്ടമുണ്ട്. പാർട്ടി പ്രവർത്തകനാണ്. പ്രവർത്തകനാണ്. ഞാൻ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിന് മേലെ സുരേഷ് ഗോപി എന്ന വ്യക്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളൊരു കലാകാരനാണ്, ഞാനൊരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ ഒരു കടമാണ്. പിന്നെ അതും മാത്രമല്ല, സുരേഷ് ഗോപി ഇവിടെ നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്തുള്ളതല്ലേ. ചാവക്കാട് മേഖല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് തന്നെ എത്ര ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ തീരദേശ മേഖലയാണ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിട്ടുള്ളതും ഈ തീരദേശ മേഖലകളിൽ നിന്നാണ്. തീരദേശ മേഖല അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസം അത്രയധികം ഉണ്ട് ഇവിടെ. എനിക്കും അതെ, എനിക്കും നല്ല ഉറപ്പാ. പക്ഷെ ഇവിടെയുള്ള ഞങ്ങളെ ഒപ്പം ആൾക്കാർക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പാ. അതിനല്ലോ ഇത്ര വില കൂടിയ വണ്ടി ഞാൻ ബെറ്റ് വെക്കാൻ കാരണോ. കാരണം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം 100% ഉറപ്പല്ലേ. ആള് ഈ മുഖച്ഛായ മാറ്റം പറഞ്ഞില്ലേ, നമുക്ക് കാത്തിരുന്ന് കാണാൻ ഉറപ്പല്ലേ. തൃശ്ശൂരിന്റെ ഗ്യാരണ്ടി, എന്റെയും ഗ്യാരണ്ടി, സുരേഷ് ഗോപിയുടെയും ഗ്യാരണ്ടി, ചില്ലി സുനിച്ചേട്ടൻ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണത്. അത് നല്ല ഉറപ്പല്ലേ, അതല്ലേ നമ്മൾ ഇതാക്കുന്നത്.
അപ്പൊ ഇതെന്തായാലും വീഡിയോ കണ്ട് സുരേഷ് ഏട്ടൻ നേരിട്ട് വരട്ടെ. കാരണം എന്തായാലും കാണാൻ വരാതിരിക്കില്ലല്ലോ. കാരണം ഒരു കാർമ ഇപ്പൊ സിനിമകൾക്കൊന്നും പോലും പറ്റി നടന്നിട്ടില്ല. ഈ ഒന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാർമ ഒരു ഇലക്ഷനുമായി ഒരു ബെറ്റ് ആദ്യമായിട്ടാണ്. സാധാരണ ചായക്കടകളിലും അങ്ങനെ ചെറിയ ചെറിയ ബെറ്റുകളുണ്ടാവും. എല്ലാവരും എന്നോട് പറഞ്ഞിട്ടാ ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് അർജന്റീന ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ വന്നപ്പോ പോലും ഒരു കാർമലൊന്നും ബെറ്റ് ഇതുവരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ. ചാവക്കാടൊക്കെ ഫുട്ബോളിന്റെ ഏരിയ ഉണ്ട്. അത് ഞാൻ കേട്ടില്ല. ഇത്ര ഒരു ബെറ്റ് ആദ്യമായിട്ടാണ് കേരളത്തില് ഒരു കാർമ ബെറ്റ് നടന്നിട്ടുള്ളത് ഒരു ഇലക്ഷനുമായി. ഞെട്ടി. ഇത് ലോകം മൊത്തം കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടി. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വിളിച്ചിരുന്ന ഇതിപ്പോ മിനി ഗൾഫാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രി ഫുൾ ടൈം. അന്നത്തെ ദിവസം ഇന്നലെ വരെ തന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായിട്ടില്ലേ ചില്ലിസുനി? അതായത് ഇവിടെ ചാവക്കാട് ബെറ്റ് നടന്നുണ്ട് മറ്റേ കാറിന്റെ. ഇതാരാണ് ആള്? ഇപ്പൊ ചില്ലിസുനി ഒരു ബ്രാൻഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ചില്ലിസുനി ആ പേരിൽ തന്നെ ഒരു എനിക്ക് വലിയ ഇതാവണമെന്നല്ല. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വരച്ച് ഒരു അതിൽ പോകണം എന്നുള്ളതാണ്. അല്ലാണ്ട് വൈറലായി അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല എൻ്റെത്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഇതുകള് കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി. നമ്മളെ ഈ മേഖലയിലുള്ള ആൾക്കാരും പിന്നെ പുറത്ത് കുറച്ച് ആൾക്കാർ കണ്ടാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇത് വലിയ ആഗ്രഹം അങ്ങനത്തതൊന്നുമില്ല എനിക്ക്. ഈ സുരേഷ് ഗോപിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഈ ബെറ്റിന്റെ കാര്യങ്ങൾ ചോദിക്കണേ എന്തായിരിക്കും പറയാ? അതെന്താ നേരത്തെ നമുക്ക് സർപ്രൈസ് ആവും അത് പറയുന്നത്. കാറും പൊന്നു പോലെ നോക്കണേന്നുണ്ടല്ലേ? മാറ്റ് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഭയങ്കര നീറ്റ് ആയിട്ടാന്നുള്ളത്. മറ്റേ എന്താ പറയാ മെറ്റാലിക് കാറും പൊന്നു പോലെ നോക്കണല്ലേ? പൊന്നു പോലെയാണ് നോക്കണത്. പൊന്നും കൊടുത്ത് ബെറ്റിൽ വെച്ചത്. ഇത് എന്തെന്നെ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കും. ഒരു പക്ഷേ ഈ ബെറ്റിൽ സുരേഷ് ഏട്ടൻ ജോലിക്കാണെങ്കിൽ കാർ പോവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നില്ലേ? വീട്ടിൽ നിന്ന് ഇറക്കി വിടൊന്നുമില്ല. ആ കാർ ഞാൻ മേടിച്ചുള്ള കാറാണല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ അങ്ങനെ മേടിച്ചുള്ളതാണ്. ഇപ്പൊ ആ പുള്ളിക്കാരൻ എവിടെ ഉണ്ട്? വേഗനറിന്റെ ആള് വീട്ടിലുണ്ട്. അപ്പൊ ടെൻഷൻ അടിച്ച് നിൽക്കാണ് ആള്. ആളിപ്പോഴും ടെൻഷനിലാണ്. മാനസികമായിട്ട് ഒരു വിഷമത്തിൽ തന്നെയാണ്. അതന്നെ കാറ് പോയതിന്റെ ബന്ധപ്പെടാറുണ്ട് തന്നെ. ഇന്നും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഞങ്ങള് അതാണല്ലേ ഞാൻ വണ്ടി മേടിക്കാൻ എപ്പോഴും നമ്മൾ കാണേണ്ട ആൾക്കാരാണ്. അതിന്റെ പേരിലാണ് അദ്ദേഹം കാറ് തന്നു കഴിഞ്ഞത് തന്നെയായിരുന്നു. ആള് തന്ന് മറ്റേ സൈലന്റ് ട്രക്ക് അല്ലാന്ന് ഇതാക്കി തന്നാണ് ആള്. അതൊക്കെ 24 ചാനലിൽ കാണിക്കണ്ടല്ലോ. ഞാൻ സമ്മതിക്കണ്ട. അന്ന് തന്നെ നമ്മൾ തിരിച്ചയച്ചു. ഞങ്ങൾ തിരിച്ച് കൊടുത്തു. ചാവി കൈമാറിയ സാക്ഷിക്കാരൻ ബൈജു മേടിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് ആ കാറ് അദ്ദേഹം തന്നു. നമ്മൾക്ക് മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാണ്ട് തിരിച്ചു കൊടുത്തു. അദ്ദേഹം ആ കാറ് തിരിച്ചു വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല. ഇല്ല അങ്ങനെ ഞാൻ എന്ത് വേണത് ആ സാക്ഷിക്കാരൻ്റെ കൊടുക്കാണ്. ഷാജാൻ ഫോറിയോ ചാവി കൊടുത്ത്. പിന്നെന്തായെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബൈജു വിളിക്കാറുണ്ട്. പിന്നെ നേരിട്ട് കണ്ടിരുന്നു കാണാറുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. എപ്പോഴും നമ്മളെ ഹോബി ചായ കുടിയാണല്ലോ. പിന്നെ ഇതിനെ കുറിച്ച് വിഷയങ്ങൾ സംസാരം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ചാനലര് കുറെ വിളിക്കണൊക്കെ ഉണ്ട് ഇപ്പോഴും. സുരേഷ് ഗോപി വരുന്നുണ്ട്. ഈ ചേട്ടൻ സന്തോഷത്തിലാണ്, മറ്റേ ചേട്ടൻ വിഷമത്തിലാണ്. അതന്നെ. എനിക്ക് അവ എങ്ങനെ ദുഃഖിച്ചടക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതൊരു സൗഹൃദത്തിന്റെയും കൂടി വലിയൊരു ഇതായിട്ട് അവിടെ കാണിക്കുന്നത്. കാരണം ചാവക്കാട് നടന്നിട്ടുള്ള ഈ ബെറ്റ് വെപ്പ് ഒരു ഇത് മാത്രമല്ല, ഒരു വലിയ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ ഒരു ഇതും കൂടിയല്ലേ അത്? അതെ രണ്ട് ആത്മബന്ധങ്ങൾ. പിന്നെ ഞങ്ങൾ ചെറുപ്പം മുതൽ എപ്പോഴും ഞങ്ങൾ കാണുന്ന ആൾക്കാരാണ്. മറ്റൊരാളെ എങ്ങനെ 5 രൂപ അടിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് മലയാളം. അതൊന്നുമില്ല. അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ കാറ് കിട്ടും, അത് വേണ്ടെന്ന് തിരിച്ചു കൊടുക്കും. അതൊന്നുമില്ല. ഇവിടെ എത്ര കോടീശ്വരന്മാർ പൈസ ഉള്ളവരുണ്ട്. ഇങ്ങനത്തെ ഒരു പറ്റു വലിയൊരു വെച്ചുണ്ട്. അത് ഞങ്ങള് സാധാരണ കുടുംബം അത്രേ ഉള്ളൂ. ആ ചെറിയൊരു എൻ്റെ കാരണം തൃശ്ശൂർ എന്ന ജില്ല സാംസ്കാരിക നഗരമാണ്. ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള ജില്ലയാണ്. എന്നിട്ട് പോലും അതിലൊരു പെട്ടിപ്പിന് തയ്യാറായിട്ടില്ല ആരും. സാധാരണക്കാരനാണ്. അതും എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും സുരേഷ് ഗോപി ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇതിനും വലിയ പെറ്റുകൾ വരും. സുരേഷ് ഗോപി വരാണ് നിൽക്കാന്നുണ്ടെങ്കിൽ അതുവരെ പറ്റും നമ്മള്. ഇനിയിപ്പോ ഈ 5 വർഷം ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു. ഈ 5 വർഷത്തെ ഭരണത്തിന് ശേഷം അടുത്ത ഇലക്ഷൻ വരുമല്ലോ. അതിന് ഒരു പക്ഷേ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. അന്നും ഒരു ബെറ്റ് വെപ്പ് ഉണ്ടാവും ഉറപ്പ്. സുരേഷ് ഗോപി എന്ത് നിൽക്കണ് അതുവരെ ഞാൻ സുരേഷ് ഗോപി ഇന്നലെ അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ ഈ 5 ഭരണം കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും. അതിന് പകരം വേറെ ആൾ നിൽക്കുകയാണെങ്കിലും ഈ 5 വർഷം ഞാൻ ഭരിക്കുന്നതിന്റെ റിസൾട്ടിൽ അടുത്ത ആളും ജയിക്കും. പക്ഷെ അത് ഇവിടുത്തെ ജനങ്ങള് നോക്കട്ടെ. ഈ 5 വർഷം ഉണ്ടല്ലോ ഭരിച്ചിട്ട് സുരേഷ് ഗോപി എന്താ ചെയ്യണം നോക്കട്ടെ. അപ്പൊ പിന്നെയും കിട്ടും. അല്ല, അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ഇനി മത്സരിക്കുകയാണെങ്കിൽ അപ്പോഴും ചില്ലിസുനി ചെയ്യേണ്ട ബെറ്റുണ്ട്. അതുണ്ട്. അത് 50 ഡിസൈർ ആവും. അത് ഉറപ്പന്നല്ലേ.
അതുവരെ ഈ സ്വിഫ്റ്റ് ഡിസയർ എൻ്റെ ഉണ്ടാവും. അതായത് ഇനി വരുന്ന 5 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ ഈ സ്വിഫ്റ്റ് ഡിസയർ ഇരിക്കുകയാണ് ഇവിടെ ചാവക്കാടിന്റെ മണ്ണിൽ ചില്ലി സുനിച്ചേട്ടൻ അടുത്ത ബെറ്റിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ്, തയ്യാറായിക്കാണ്. ഞാൻ 50 കോടി 100 കോടി വന്നാലും ഈ വണ്ടി പോവില്ല, ഉറപ്പായിട്ടും കൊടുക്കില്ല. ഇല്ല, ഇത് ഇപ്പം ഞാൻ എൻ്റെ പൊന്നു പോലാണ് ഞാനിപ്പോൾ അതിനെ കൊണ്ടു നടക്കുന്നത്. അത്രയും ബെറ്റ് വെച്ചിട്ടല്ല ഞാൻ ജയിച്ചത്, അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ സുരേഷ് ഗോപി എന്തായാലും എനിക്കൊന്ന് ഡൽഹിയിലാണെന്നുകൊണ്ട് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തായാലും ചില്ലി സുനിച്ചേട്ടൻ എന്തായാലും ഒരു കൂടിക്കാഴ്ച ഉറപ്പാണ്. സ്വിഫ്റ്റ് ഡിസയർ കാറിൽ ചെന്ന് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കാഴ്ചയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ചില്ലി സുനിച്ചേട്ടനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ശരി, ഓക്കെ.